ഇപ്പോഴും ഈ വൈകിയ വേളയിൽ ആരെങ്കിലും പരിക്കുകളുമായി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം രണ്ട് സ്ഥലങ്ങളിലും രക്ഷാദൗത്യം അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇനി അങ്ങനെ ഒരു സാധ്യത നിലവിലില്ല. ഇനി രാവിലെ മുതലേ ആ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഒരു അരമണിക്കൂർ മുൻപേ വരെ അവസാനത്തെ ആളെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ദിവീഷ്. ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ മടങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ദിവീഷ് സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ ഏറ്റവും നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും ഞാൻ ആശുപത്രിക്ക് മുന്നിലാണുള്ളത്. ഇവിടെ മൃതദേഹം തിരിച്ചറിയാനായി ഇപ്പോഴും ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. അത്രയും വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോഴും ദിവീഷൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ദുരന്ത ഭൂമിയുടെ ഒരു വ്യാപ്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഈ പുത്തുമലയും കവളപ്പാറയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യചിഹ്നമായി അവിടെ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ആശങ്കയേറ്റിയത്. അപ്പോൾ അത്തരത്തിൽ അവിടേക്ക് ഇന്ന് വൈകുന്നേരത്തെങ്കിലും സൈന്യത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമായെങ്കിൽ പോലും എന്താണ് ഈ ഒരു ദുരന്തത്തിന്റെ ആഴം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നുള്ളത് ഒരു ആശങ്കാജനകമായ സ്ഥിതി അവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും പലരുടെയും ഈ പ്രതികരണം തന്നെ വ്യക്തമാണ്. അങ്ങനെ രാവിലെ മുതൽ തന്നെ നമ്മൾ ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ പോകുന്നു. ഈ പലരും പറയുന്ന ഒരു ഭീകരത എന്ന് പറഞ്ഞാൽ അത്ര ഈ ഭൂപടത്തിൽ തന്നെ ഇല്ലാതായി പോകുന്ന പ്രതിരമണീയമായ ഒരു സ്ഥലമായിരുന്നു ഈ മുണ്ടക്കൈയൊക്കെ. ഇതിന് ആ സ്കൂളിന്റെ ഒക്കെ ഒരു ദൃശ്യങ്ങളും റീലും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അത് പാടെ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് ഞാൻ കവളപ്പാറയിൽ പോയപ്പോൾ ആളുകൾ പറഞ്ഞതും. അവിടെ എത്തി നോക്കിയപ്പോൾ അവരൊക്കെ ഞെട്ടിപ്പോയി. അന്ന് അതുവരെ കണ്ട ഒരു സ്ഥലത്ത് വെറും മണ്ണ് മാത്രം മൂടിക്കിടക്കുന്നു. 2 വീടുകൾ മാത്രം, 10-30 വീടുണ്ടായെടുത്ത്. അത് ആ കാണുന്ന കാഴ്ച അവർക്ക് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുകയുള്ളൂ. ആ പ്രദേശവാസികൾക്ക്, ആ സ്ഥലത്തെ അറിയാവുന്നവർക്ക് അതിന്റെ ഒരു ആഴം മനസ്സിലാവും. നമുക്ക് ഈ പഴയ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്തരത്തിൽ ഒരു പ്രകൃതി ദുരന്തം, ഒരു ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന ആ ഒരു സ്ഥലത്തിന്റെ ആകെ ഒരു ഇത് മാറുന്ന നമുക്ക് അതിന്റെ ഈ ഒരു ദിവസം മുഴുവൻ നമ്മൾ അതിനോടൊപ്പം ഉണ്ടായവരാണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ആഴം, ഇവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ഒരു വേദന നമുക്ക് എത്ര ഉൾക്കൊണ്ടാൽ പോലും അവർ അനുഭവിക്കുന്ന അത്രയും വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഒരു ഭാഗത്ത് എന്തായാലും നിൽക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് രക്ഷാപ്രവർത്തനമാണ്. ചാലിയാറിൽ ഉൾപ്പെടെ തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കേണ്ടതുണ്ട്. അതിന് നാളെ രാവിലെ മുതൽ തന്നെ ഊർജിതമായി തന്നെ തുടങ്ങട്ടെ എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസും ഈ തെരച്ചിലിനൊപ്പം രക്ഷാപ്രവർത്തനമൊപ്പം പ്രേക്ഷകർക്കൊപ്പം ഈ ദുരന്ത ഭൂമിയിലെ വാർത്തകളുമായി കൂടെ ഉണ്ടാകും. ദിവീഷ്. ശരി, അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.